രാമ 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 ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സജ്ജനങ്ങളെ, അയോധ്യയിൽ രാമൻ്റെ അഭിഷേകം നടക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അതിന് തടസ്സം നിൽക്കുന്ന കൈകേയിയാണ് നമ്മൾ കാണുന്നത്. ഒരു വേള രാമനെ ജീവന് തുല്യം സ്നേഹിച്ച കൈകേയി ഏതെങ്കിലും തരത്തിൽ രാമൻ്റെ അഭിഷേകത്തിന് തടസ്സമായി വരുമെന്ന് ആരും കരുതിയതല്ല. പക്ഷേ മന്ധരയുടെ വാക്കുകൾ വിശ്വസിച്ച് രാമനെതിരായി സംസാരിക്കാൻ കൈകേയി തയ്യാറാവുകയാണ്. കൈകേയിയുടെ വാക്കുകൾ കേട്ട് തളർന്നുപോയ ദശരഥ മഹാരാജാവ് വല്ലവിധേനയും അത് മാറ്റിയെടുക്കാമെന്ന് കരുതി കൈകേയിയോട് താണ് കേണപേക്ഷിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പോലും അദ്ദേഹം പറയുന്നു. രാജ്യത്തിലെ പ്രജകൾക്ക് തങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാമായണത്തിൽ പല ആശയങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിജീവിതത്തിലും സമൂഹജീവിതത്തിലും രാഷ്ട്രജീവിതത്തിലും ഓരോരുത്തരും എങ്ങനെയായിരിക്കണമെന്ന പാഠം അത് നൽകുന്നുണ്ട്. ഏതായാലും രാമൻ്റെ അഭിഷേകം മുടങ്ങുമെന്ന് കരുതിയ ദശരഥൻ തളർന്നു പോവുകയാണ്. ആ ദശരഥനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അന്നേരമാദിത്യനുമുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തോരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്കയാൽ അത്യന്ത ആകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചന ആകർണ്യ ജ്ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ രാജവചനമനാകർണ്യ ജ്ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മറുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു
വീണു നമസ്കരിച്ചിടിനൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്ഥായ സംഭ്രമൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരൂഢശോകം വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നത് നേരം പറഞ്ഞിതു കേകയപുത്രനും. കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം. എന്താണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അതറിയുന്നവരാരെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ കൈകേയി തന്നെയാണ് മറുപടി പറയുന്നത്. ഈ ലോകത്ത് ദുഃഖവും സുഖവും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം എന്ന ഒരു വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ചേതസി നീ നിരൂപിക്കിലെളുതിനിത്താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. രാമനോട് പറയാണ്, നീ തന്നെയാണ് ഇതിന് കാരണം രാമ. നിൻ്റെ അച്ഛൻ സത്യലംഘനം ചെയ്യാൻ പോവുകയാണ്. അതില്ലാതാവണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. രാമൻ ഇതൊക്കെ കേട്ടപ്പോൾ ക്ഷുഭിതനായില്ല. അതാണ് രാമൻ്റെ പ്രത്യേകത. രാമൻ സ്വന്തം മനസ്സിൽ രമിക്കുന്നവനാണ്, സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം കയ്യിലുള്ളവനാണ്, ലോകത്തെ രമിപ്പിക്കുന്നവനാണ്. ക്രോധമെന്ന ഭാവം തെല്ലുമില്ലാതെ രാമൻ പറയാ, ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം, മനസ്സേ ഖേദമതിനില്ലെനിക്കേതും. ഇവിടെയാണ് രാമൻ ലോകത്തിലെ മര്യാദാ പുരുഷോത്തമനാകുന്നത്. ഈ ലോകത്തെ രാമനെപ്പോലെ രാമൻ മാത്രമേ ഉള്ളൂ. ത്യാഗമാണ് ജീവിതമെന്ന് ഉറച്ച് വിശ്വസിച്ച രാമൻ ഇത്രയെല്ലാം അമ്മ എന്തിനു പറയുന്നു? ഈ ലോകത്തിലെല്ലാം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് ഞാൻ. ആരെ വേണമെങ്കിലും ത്യജിക്കാം. അച്ഛന് വേണ്ടി ഈ ജീവൻ ത്യജിക്കാം, അമ്മയെ ത്യജിക്കാം, ഈ ലോകം തന്നെ ത്യജിക്കാം എന്ന് രാമൻ പറയാം. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാലറിക നീ മാതാവേ, ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം, ചേതസി ചെറ്റിൽ എനിക്കെന്നറിക നീ. അച്ഛൻ പറഞ്ഞ ഞാൻ എന്താണ് ചെയ്യാത്തത്? എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ലക്ഷ്മണനെ ത്യജിക്കണമെന്ന് പറഞ്ഞാലും എന്തിനേറെ വിഷം കുടിക്കണമെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ വാക്യം ഞാൻ അനുസരിക്കും. ഉത്തമ പുത്രന്മാർ അങ്ങനെയാണ് എന്ന് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു. സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്ത്യം മറിച്ചു രണ്ടായി വരാ. എന്താണ് ഈ ലോകത്തെ സത്യം? അതനുഷ്ഠിക്കാൻ ഞാൻ സർവ്വഥാ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ അച്ഛൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് വനത്തിന് പോകാൻ തയ്യാറായി
എന്ന് നമുക്ക് മനസ്സിലാക്കാം. അച്ഛൻ്റെ അഭീഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട്. മന്നവനിന്നതു ദുഃഖമാകുന്നതും. 2 കാര്യങ്ങളാണ്. ഒന്ന്, നീ ഈ രാജപദം അലങ്കരിക്കാൻ ഒരിക്കലും തയ്യാറാവാതിരിക്കുക, അത് ഭരതന് കൊടുക്കുക, എൻ്റെ പുത്രനായ ഭരതന്. 2, നീ കാനനത്തിൽ 14 വർഷം സന്യാസ ജീവിതം നയിക്കണം എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ 2 കാര്യങ്ങളും കേൾക്കുമ്പോൾ വല്ലാതെ തകർന്നു പോകും. നാളെ രാജാവാകണമെന്ന് കരുതി ഒരു രാജ്യം മുഴുവൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് രാമനോട് പറയുന്നത്, രാജപദവി നിനക്കില്ല. തകർന്നു പോവില്ലേ? നിയന്ത്രണമില്ലാത്ത ആരായാലും ആ സന്ദർഭത്തിൽ തകർന്നു പോകും. രാമൻ നിർവികാരനായി നിൽക്കുകയാണ്. രണ്ടാമത്തേത് 14 വർഷം കാട്ടിൽ പോകണമെന്നാണ്. കുടുംബജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ രാമൻ. അപ്പോഴും രാമന് ഒരു വിഷമവും ഉണ്ടായില്ല. സന്തോഷത്തോടു കൂടി 2ഉം സ്വീകരിക്കുന്ന രാമനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർഷ സംസ്കൃതിയിൽ രാമൻ ആദർശപുരുഷനായി നിലനിൽക്കുന്നത്. ഇന്നതിനെന്തൊരു വൈഷമ്യമായിതു ചെയ്കഭിഷേകം ഭരതന്. ഞാനിനി വൈകാതെ പോവിൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ഭരതൻ എന്താ മോശമാണോ? അവൻ മതി ഈ രാജ്യത്തെ രക്ഷിക്കാൻ, രാജ്യത്തെ നിയന്ത്രിക്കാൻ, രാജ്യത്തെ പാലിക്കാൻ. വനത്തിന് പോകാൻ ഞാനും പ്രാപ്തനാണ്. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. അമ്മയും സ്നേഹം കൊണ്ട് പറയാമെന്ന് എനിക്കറിയാം. രാജഭരണമാണ് കാനനത്തിലെ വാസത്തെക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കാം എന്ന് രാമൻ പറയാം. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരുവും തൃപ്തനാക്കിയിടിനാൻ. താതന് തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പ്രതിപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാം ദുഃഖിപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ശ്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേകുമകപ്പെടാ. അച്ഛൻ മകനോട് പറയാ, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, എന്നെ പിടിച്ചു കെട്ടുക. കാരണം ഞാൻ അധർമ്മിയായിരിക്കുന്നു. സത്യമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നാളെ അഭിഷേകം നിനക്കെന്ന് വിധിച്ച ഞാൻ പെട്ടെന്ന് മാറ്റിപ്പറയുന്നതിലൂടെ ധർമ്മത്തെ ലംഘിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ പിടിച്ചു കെട്ടാം, എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് നീ രാജ്യം പിടിച്ചെടുക്കണമെന്ന് അച്ഛൻ മകനോട് പറയാണ്. അല്ലായികിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും
മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷ നീതിവാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നീടുക സാദരം, ഞാൻ അരണ്യത്തിലും വാഴുവൻ. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അച്ഛൻ്റെ ആ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് കാട്ടിൽ പോകാൻ ഞാനിതാ തയ്യാറാണ്. ഭരതൻ നാട് ഭരിക്കട്ടെ എന്ന് രാമൻ പറയാണ്. 14 വർഷം കാനനവാസത്തിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറപ്പെടുന്ന മകനെ കണ്ടപ്പോൾ രാമൻ്റെ അമ്മ വല്ലാതെ തളർന്നു പോവുകയാണ്. മോഹിച്ച് മണ്ണിൽ വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന കൗസല്യയെ രാമൻ കാണുകയാണ്. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. രാമൻ ഇത്രയും പറയുമ്പോഴേക്കും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ. നിന്നെ പിരിഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് വയ്യ ശ്രീരാമ എന്ന് പറയാണ് കൗസല്യ. മാത്രമല്ല ഈ അവസ്ഥ കണ്ടു നിന്ന സൗമിത്രിയും കോപിഷ്ഠനാവുകയാണ്. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ. സൗമിത്രി പറയാണ്, ഈ അവസ്ഥയിൽ 2 സഹോദരന്മാരുടെയും വ്യത്യാസം കൂടി നമ്മൾ നിരീക്ഷിക്കണം. രാമൻ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങൾക്കും വഴങ്ങാതെ നിൽക്കുമ്പോൾ ലക്ഷ്മണൻ കോപിഷ്ഠനാവുകയാണ്. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിന്നന്തർമുദാവസിച്ചിടുക മാതാവേ, ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലോ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വേണ്ടു. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് നമ്മുടെ ആചാര്യനാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ തെറ്റിനെ തിരുത്തിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം എന്നുള്ളൊരു സൂചന ലക്ഷ്മണൻ ഇവിടെ നൽകുന്നുണ്ട്. അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ തെറ്റായ ആജ്ഞയെ പാലിക്കേണ്ടതുണ്ടോ എന്ന സംശയമാണ് ലക്ഷ്മണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാ ദഗ്ധമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരുവൃന്ദമന്ദാര ദാരൂപമൻ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. വളരെ സൗമ്യനായി രാമൻ ലക്ഷ്മണൻ്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഉജ്ജ്വലകോപിയായി നിൽക്കുന്ന ലക്ഷ്മണനെ ശാന്തനാക്കാൻ വേണ്ടി രാമൻ പറയുന്ന ഈ ഒരു ഭാഗം രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങളിൽ ഒന്നാണ്, ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നെ ഏറ്റവും നന്നായി ഞാൻ അടുത്തറിയുന്നുണ്ട് ലക്ഷ്മണ. നിന്നോളം ആർക്കാണ് എന്നോട് സ്നേഹമുള്ളത്?
നീ ഏറ്റവും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സഹോദരനാണ്. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായികിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. എന്തിനാണ് പെട്ടെന്ന് കോപിഷ്ഠനാവുന്നത്? ഈ ജീവിതം എത്ര നിസ്സാരമാണ്, എത്ര നൈമിഷികമാണ്. ഒരു നീർപ്പോള പോലെയുള്ള ഒരു ജീവിതത്തെ ഇത്രമാത്രം നാം ഒട്ടലോടുകൂടി കണ്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇല്ല. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. കത്തി ചുട്ടുപഴുത്ത ലോഹത്തിൻ്റെ മുകളിൽ ഒരു തുള്ളി ജലം വീഴുന്ന അത്രയും യാഥാർത്ഥ്യമേ ഈ ജീവിതത്തിനുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം. അങ്ങനെയുള്ളൊരു ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊരു ചോദ്യമാണ് രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നത്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമൊക്കെ നീ. നമ്മുടെ എല്ലാ ബന്ധങ്ങളും നൈമിഷികമാണ്, കുറച്ചു കാലത്തേക്കാണ്. എല്ലാം ഇല്ലാതെയാവും. അങ്ങനെയുള്ളൊരു ജീവിതത്തെ നാം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായിക്കൂടി നിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഒരു നദിയിലൂടെ ഒഴുകുന്ന രണ്ട് മരക്കഷ്ണങ്ങൾ കൂട്ടിമുട്ടി പിന്നീട് വേർപെട്ടു പോകുന്നത് പോലെ ജീവിതം അങ്ങ് കടന്നു പോകും. അതിനോടൊന്നും ഇത്രമാത്രം മുട്ടിച്ചേരലിൻ്റെ ആവശ്യമില്ല. ലക്ഷ്മിയുമസ്ഥിരമല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്, ശ്രദ്ധിക്കണം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക്. നമ്മൾ എത്ര ധനം ഉണ്ടാക്കി വെച്ചാലും അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടില്ലാതെയാവും. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. നോക്കൂ, നമ്മൾ എത്ര സുന്ദരന്മാരാണെങ്കിലും സുന്ദരിമാരാണെങ്കിലും ഈ സൗന്ദര്യമൊക്കെ കുറച്ചു കാലത്തേക്ക് കാണും. അത് പോയ വഴി അറിയില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ധനത്തോട്, നമ്മുടെ സൗന്ദര്യത്തോട്, നമ്മുടെ ഈ ശരീരത്തോട്, നാം ഈ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളോട് വല്ലാത്ത രീതിയിലുള്ള ഒട്ടലുകളൊക്കെ വെറുതെയാണ്. അത് ദുഃഖത്തിന് കാരണമാണെന്ന് തിരിച്ചറിയണം. അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ടുള്ള ചേർന്ന് നിൽക്കൽ മാത്രമേ പാടുള്ളൂ എന്നാണ് രാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കും ഇതു ചിലർ. നമ്മളിങ്ങനെ ജീവിതത്തിലെ ചില കാര്യങ്ങളോടൊക്കെ വല്ലാതെ ഒരു ഭ്രമം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കും. ഭക്ഷണത്തോടായാലും ധനധാന്യങ്ങളോടായാലും മറ്റ് പ്രശസ്തിയോടായാലും അധികാരത്തോടായാലും ഒക്കെ വല്ലാത്തൊരു ഭ്രമം നമ്മൾ കാണിക്കും. എന്നാൽ അതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നല്ല, കുറച്ചു കാലത്തേക്ക് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. അത് അറിഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് രാമൻ അനുജന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ
ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ ആരോഗ്യം, ഈ സൗന്ദര്യം, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സമം ആരുണ്ട് ഈ ലോകത്ത് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. എന്നാൽ ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മരണം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിഴലുപോലെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതു സന്ദർഭത്തിലാണ് അത് പിടിമുറുക്കുന്നത് എന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൂടി ഉൾക്കൊണ്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാം മ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞുപോയിടിലാം. മണ്ണിനു കീഴായി കൃമികളാൽ പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മനുഷ്യന് ഒരു വിധത്തിലുള്ള അഹങ്കാരവും വേണ്ട. ഞാൻ എന്ന രീതിയിൽ ധനധാന്യ സമൃദ്ധിയുടേതോ ജാതിയുടെയോ ഒന്നും അഹങ്കാരം വേണ്ട. അങ്ങനെയൊന്നും ഇല്ല ഈ ലോകത്ത് എന്ന് രാമായണം തന്നെ പറയാം. ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്, ശ്രേഷ്ഠനാണ്, ഞാൻ ഈ നരേന്ദ്രനാണ്, രാജാവാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊക്കെ ചിന്തിച്ച് അഹങ്കരിച്ച് നിൽക്കുന്നതിനിടയിൽ മരണം വന്ന് പിടികൂടുന്നത് ഏതൊക്കെ വിധത്തിലാണ്. ചിലപ്പോൾ ഏതെങ്കിലും ജന്തുക്കൾ തിന്ന് കാഷ്ടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം ഈ അഹങ്കാരിയുടെ ജീവിതം. അതല്ലെങ്കിൽ ഒരുപക്ഷെ കൃമികൾ തിന്ന് തീർക്കുന്ന തരത്തിലേക്ക് ജീവിതം മാറിയേക്കാം. അത്രയും നിസ്സാരമാണ് ഈ ശരീരം എന്നുള്ള ഒരു ബോധം രാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തെ അത്രമാത്രം സ്നേഹിക്കേണ്ടതില്ല. അതിനപ്പുറത്തുള്ള ഒന്നാണ് നാം ആ അസ്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ഉള്ളിലൂടെയുള്ളൊരു സഞ്ചാരം, യഥാർത്ഥ ജ്ഞാനം അതാവശ്യമാണ്. അതാണ് അധ്യാത്മജ്ഞാനം. അത് പകർന്നു നൽകുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥമാണ് രാമായണം. ത്വങ്മാംസരക്താസ്ഥിവിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ഈ എല്ലാം നമ്മുടെ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. ഞാൻ ദേഹമാണ്, എൻ്റേത് എന്നുള്ളൊരു ചിന്ത, മമത്വമാണ് ലക്ഷ്മണ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. അത് നീ ഒഴിവാക്കിയാൽ നിൻ്റെ ജീവിതം ധന്യമായി എന്ന ഉപദേശം രാമൻ നൽകുകയാണ്. മറ്റൊന്ന്, ഒരിക്കലും ക്രോധമുണ്ടാകരുത് എന്നുള്ള ഉപദേശമാണ്. ഇതുതന്നെ നാം ഭഗവത്ഗീതയിലും കാണുന്നുണ്ട്. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. പാടില്ല, ക്രോധത്തിൽ വീണുപോകരുത്. എല്ലാ അപകടങ്ങളുടെയും ഉദ്ഭവം അതിൽ നിന്നാണ്. ക്രോധം വന്നു കഴിഞ്ഞാൽ നാം നമ്മെ തന്നെ മറക്കും, മുന്നിൽ ആരാണ് എന്നത് മറക്കും, പറയുന്ന വാക്കുകൾ എന്താണെന്ന് ധരിക്കില്ല, ചെയ്യുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലാവില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ക്രോധത്തെ അകറ്റി നിർത്തും എന്ന ഉപദേശം കൂടി രാമൻ നൽകുന്നുണ്ട്. ലക്ഷ്മണനോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം, ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത ശേഷം രാമൻ അമ്മയോട് പറയുന്നത് അമ്മയോടാണെങ്കിലും ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് രാമൻ മുന്നോട്ട് വയ്ക്കുന്നത്. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും, വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ.
സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കരിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഒരു മകനും ഒരമ്മയ്ക്കും നൽകിയിട്ടില്ലാത്തൊരു ഉപദേശം രാമൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അച്ഛൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കാൻ എൻ്റെ അമ്മ എപ്പോഴും ശ്രദ്ധിക്കണം. മാതൃകാ കുടുംബ ജീവിതത്തെക്കുറിച്ച് രാമായണം മുന്നോട്ട് വയ്ക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമല്ലേ ഇത്? കുടുംബ ബന്ധങ്ങൾ തകരുന്നത് എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭർതൃകർമാനുകരണമത്രേ പാതിവൃഷ്ട്യനൃത്യ വധൂനാമെന്നു നിർണയം. മാതാവു മോദാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മനസ്സേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപദാന്തികേ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസിംനി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിരന്നിടിനാർ. അമ്മ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. മക്കളെക്കുറിച്ച് വലിയ ഉത്കണ്ഠയാണ്. അവർ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ അവർക്ക് ആപത്തൊന്നും വന്ന് ഭവിക്കരുതേ. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസനാ പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതികെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എന്തൊരു പ്രാർത്ഥനയാണത്! സർവ്വദേവതകളെയും വിളിച്ചുകൊണ്ട് ആ അമ്മ പറയാണ്, എൻ്റെ മകൻ നടക്കുന്ന നേരവും യാതൊരുവിധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന നേരവും അവൻ ഉറങ്ങുന്ന നേരവും ദേവകളെ നിങ്ങൾ കാത്തുകൊള്ളണമേ. ഇത്തമർത്ഥിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നോരു സംശയം നിന്നരുളപ്പാടുകേട്ടു തീർന്നു തുലം. ത്വൽപാദ സേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയേ വിടകൊള്ളുകവൻ എന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായെങ്കിൽ ഏണാംഗതുല്യവദന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. ഈ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? രാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ രാമൻ്റെ നിർദ്ദേശമനുസരിച്ചല്ല ലക്ഷ്മണൻ പറയുന്നത് ഞാൻ കൂടി വരേണ്ടതുണ്ടോ എന്ന്. അല്ല, ഞാനും വരാം എന്ന് സ്വമേധയാ തീരുമാനമെടുക്കുകയാണ്. ആ ഒരു ധൈര്യത്തിലേക്ക് ലക്ഷ്മണൻ വരികയാണ്. ഇത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമാണ്. ജീവിത വിജയത്തിന് ഇത്തരം തീരുമാനങ്ങൾ അനിവാര്യവുമാണ്. തൻ്റെ സഹോദരനോടൊപ്പം എല്ലാവിധ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണം, രാമനൊപ്പം സീതയെങ്കിലും പോകുന്നുണ്ട്, ലക്ഷ്മണൻ തൻ്റെ പത്നിയെ കൂടി കൊട്ടാരത്തിൽ വിട്ടുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ടാണ് ജ്യേഷ്ഠനൊപ്പം കാട്ടിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഈ സന്ദർഭത്തിലെങ്കിലും രാമനേക്കാൾ ഒരു പിടി മുകളിലാണ് ലക്ഷ്മണൻ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒടുക്കം സ്നേഹനിർബന്ധത്തിന് വഴങ്ങാൻ രാമൻ തയ്യാറാവുകയാണ്.
എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ഇനി ഭാര്യയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. താൻ തൻ്റെ ശിക്ഷ അനുഭവിക്കാൻ കാട്ടിലേക്ക് പോവുകയാണ്. 14 വർഷം ഇനി കാട്ടിലാണെന്ന് സീതയോട് പറയണം, ഭാര്യയോട് പറയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ എന്തായിരിക്കും അതിനുള്ള പ്രതികരണം? പക്ഷേ രാമൻ സീതയോട് പറയുമ്പോൾ അത്തരത്തിലുള്ള വൈകാരികമായ സന്ദർഭങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകം പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെഴുന്നള്ളിതെന്തയ്യോ. ഇത്തം വിദേഹാത്മ വചനം കേട്ടോ, ഇത്തം വിദേഹാത്മജാവചനം കേട്ടോ. പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. നീ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കണം. അമ്മയെയൊക്കെ പരിചരിച്ചുകൊണ്ട് അയോധ്യയിൽ കഴിയുക. ഞാൻ കൊട്ടാരം വിട്ട് 14 വർഷം കാനനവാസം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണ് രാമൻ ഇത് പറയുന്നത്. അല്ലാതെ മറ്റൊരു വിധത്തിലാണ് പറഞ്ഞതെങ്കിൽ സീതയും ക്ഷുഭിതയായേനെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സന്തോഷത്തോടു കൂടിയാണ് കാനനവാസം ശ്രീരാമൻ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ഈ തീരുമാനത്തിന് നീ ഒരിക്കലും തടസ്സം നിൽക്കരുത് എന്ന് രാമൻ സീതയോട് പറയാണ്. നീ അതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. നീ അതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാകാ ശശിമുഖിതാനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹ വ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. അല്ലയോ സീതേ, നീ എന്താണ് പറയുന്നത്? കാട്ടിലേക്ക് നിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക? ദുഷ്ടമൃഗങ്ങളുള്ള കാനനത്തിൽ താമസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സീതയോട് രാമൻ പറഞ്ഞു നോക്കുകയാണ്. പക്ഷേ സീത അതിന് തയ്യാറാവുന്നില്ല. പാദശുശ്രൂഷാവ്രതം ഉടൈക്കായികമേ. സീത പറയുന്ന വാക്ക് നോക്കൂ. എനിക്ക് ഒരു ധർമ്മമുണ്ട്, പത്നിയുടെ ധർമ്മം. പാദശുശ്രൂഷാവ്രതമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് അവിടുന്ന് മുടക്കരുതേ രാമ. എന്നെ അവിടുന്ന് കൂടെ കൂട്ടിയേ തീരൂ. നിന്നുടെ സന്നിധവും സന്തതം വാണിയിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. അങ്ങ് കഴിക്കുന്നതിൻ്റെ ഉച്ഛിഷ്ടം മതി, എനിക്കത് അമൃതിന് സമമാണ്. ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കതും
പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടൊല. എന്തൊരു കുടുംബ ബന്ധമാണ് ഇവിടെ നാം കാണുന്നത്. ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ പുരുഷ ബന്ധം ഇങ്ങനെയാണോ? പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ആരെങ്കിലും ഇത്തരത്തിൽ ഭർത്താവിൻ്റെ ദുഃഖം പങ്കുവയ്ക്കാൻ തയ്യാറാവുമോ എന്നുള്ള സംശയം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുകയാണ്. ഏതായാലും സീത അങ്ങനെയായിരുന്നു. ഭർത്താവിൻ്റെ സുഖം മാത്രമല്ല ദുഃഖം കൂടി എൻ്റേതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദുഃഖം സ്വമേധയായി ഏറ്റെടുത്തുകൊണ്ട് കാനനവാസത്തിന് രാമനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ധീര വനിതയാണ്. ഭാരതത്തിലെ സ്ത്രീ കന്യകാരത്നങ്ങളിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ആളും സീതാദേവി തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വായന ഇവിടെ ഉപസംഹരിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.